ഹായ് ഓൾ. ഇറാന്റെ ആക്രമണത്തിൽ ഇസ്രായേലിൽ നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നില്ല എന്നാണ് പലരും പറയുന്നത്. അവിടെ വലിയ നാശനഷ്ടങ്ങളൊന്നും ഉണ്ടാകുന്നില്ല, അവിടെ പ്രശ്നങ്ങളൊന്നുമില്ല. അങ്ങനെയാണ് നമ്മൾ എന്തെങ്കിലും ഒരു വീഡിയോ ചെയ്താൽ അതിൻ്റെ താഴെ നിരവധിയായിട്ടുള്ള അങ്ങനെയുള്ള കമൻറ്റുകൾ എല്ലാ സമയത്തും ശ്രദ്ധയിൽപ്പെടാറുണ്ട്. എന്നാൽ അങ്ങനെയാണോ കാര്യങ്ങളെന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ ഇസ്രായേൽ എല്ലാ സമയത്തും അവരൊരു യുദ്ധത്തിൽ ഏർപ്പെടുമ്പോൾ അവരുടെ നാട്ടിലുണ്ടാകുന്ന നാശനഷ്ടങ്ങൾ അല്ലെങ്കിൽ അവരുടെ നാട്ടിലുണ്ടാകുന്ന അനിഷ്ട സംഭവങ്ങൾ ഒരിക്കലും പുറത്തറിയിക്കാതിരിക്കാൻ പരമാവധി ശ്രമിക്കാറുണ്ട്. അന്താരാഷ്ട്ര മീഡിയകളൊക്കെ യഥാർത്ഥത്തിൽ ഇവരുടെ വരുതിയിലാണ്, അതറിയാവുന്ന കാര്യമാണ്. ഇവൻ BBC പോലും ഫലസ്തീൻ ഇസ്രായേൽ കോൺഫ്ലിക്റ്റ് ഉണ്ടായ സമയത്ത് ഇസ്രായേൽ പക്ഷം ചേർന്നാണ് വാർത്തകൾ നൽകിയത്. അതൊക്കെ കാലങ്ങളായിട്ട് പുസ്തക മാധ്യമങ്ങളൊക്കെ ഇസ്രായേലി സയനിസത്തിൻ്റെയും അമേരിക്കയുടെയും ഒക്കെ പക്ഷത്താണ്. അപ്പോൾ അതിനെ ആശ്രയിച്ചാണ് നമ്മുടെ നാട്ടിലെ മീഡിയകൾ വാർത്ത കൊടുക്കാറ്. അപ്പോൾ പലപ്പോഴും ഇസ്രായേൽ സംഭവിക്കുന്ന കാര്യങ്ങളൊന്നും അറിയാറില്ല. ഇപ്പോഴും ഇത്രയും ദിവസമായിട്ട് ഇറാന്റെ നിരന്തരമായ മിസൈൽ ആക്രമണം ഇസ്രായേലിലേക്ക് ഉണ്ടാവാറുണ്ട്. പക്ഷെ അതിന്റെ യഥാർത്ഥ അതിന്റെ വ്യാപ്തി എന്താണെന്ന്, ആഴം എന്താണെന്ന് പലപ്പോഴും ചർച്ചയാകാറില്ല. അത്തരം ദൃശ്യങ്ങളൊന്നും പുറത്തു വരാറില്ല. ഇറാനിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇപ്പോൾ പ്രവർത്തിക്കുന്നു. CNN അല്ലെങ്കിൽ BBC ആരുടെ മാധ്യമങ്ങൾക്ക് അവിടെ സ്വതന്ത്രമായി, റോയിട്ടേഴ്സ് അടക്കമുള്ള മാധ്യമങ്ങൾക്ക് പ്രവർത്തിക്കാം, ദൃശ്യങ്ങൾ പകർത്താം, ആക്രമണത്തിന്റെ കാര്യങ്ങളൊക്കെ പുറത്തറിയിക്കാം. ഇറാന്റെ എവിടെയാണ് ആക്രമണം നടത്തിയത്, എത്ര ആളുകൾ കൊല്ലപ്പെട്ടു. പക്ഷേ ഇസ്രായേലിൽ നിന്നും ഇത്തരം ഒരു വിവരങ്ങളും നമ്മൾക്ക് ലഭിക്കാറില്ല. റോയിട്ടേഴ്സിന്റെ അല്ലെങ്കിൽ ഈ മാധ്യമങ്ങളുടെ, അന്താരാഷ്ട്ര മാധ്യമങ്ങളിലോ ദൃശ്യങ്ങൾ പകർത്തുന്ന വാർത്തകളൊന്നും നമ്മൾക്ക് ലഭിക്കാറില്ല. അൽ ജസീറയ്ക്ക് പോലും അവിടെ പലപ്പോഴും ഇത്തരം അനുമതികൾ ലഭിക്കുന്നില്ല എന്നുള്ളത് നിരവധി തവണ ചർച്ചയായിട്ടുള്ളതാണ്. ഇപ്പോഴേ ഇസ്രായേലിൽ നിന്നും ഇന്ത്യയിലെത്തിയ ഒരു മാധ്യമ പ്രവർത്തകൻ അവിടുത്തെ അവസ്ഥകൾ വിവരിക്കുന്ന ഒരു വീഡിയോ വന്നിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിലൊക്കെ അത് വൈറലാവുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും എന്താണ് അദ്ദേഹം പറയുന്നത് എന്ന് നമ്മൾക്ക് കാണാം. जब बम फटता है ना तो वो देखता ही नहीं कि भारतीय है कि इजरायली है। सही बात और है। आपके बगल में ना गोलियों से तो आप बच जाएंगे, राइट लेफ्ट चोट लगेगी, मिसाइल से आप बचेंगे नहीं। और ये कहने की बातें थी कि बंकर बहुत अच्छे होते हैं। 100 फीट गहरे बंकर में हमने देखा कि लोग मर गए वहां पर, और आपको कुछ नहीं बताया जा रहा असलियत क्या, क्योंकि हमें कुछ बता। ये तो इंडियन मीडिया है, धन्यवाद देना चाहिए सरकार का। कितनी बेहतरीन सरकार है हमारी। वहां तो सरकार आपको कुछ बता नहीं रही, आप वहां विजुअल्स नहीं ले सकते लाशों के, अस्पताल आप नहीं जा सकते हैं। और जब घटना होती तो हमें मालूम ही नहीं कि जगह कौन सी। जैसे आपको हमें मालूम है कि अभी गौर सिटी में जाना है, वहां पे किस जगह जाना है, घटना ये हमें मालूम ही नहीं, क्योंकि कौन बताने वाला हमें। और जब हम अगले दिन सुबह पहुंच रहे हैं, और सारे और भी पत्रकार, सिर्फ सादरा नहीं और भी जितने पत्रकार, बोला जा रहा है कि ओनली वन कैजुअलिटी, 1% डाइड। लेकिन वहां पे जो लोकल जो इजरायलियन जो कि यहाँ पे हिमाचल चलाते हैं फूकने के लिए, उन्होंने बताया देयर वर 4 हाउसेज, नोबडी इज अलाइव। इससे पता लगता है कि बड़ी वहां घटना हुई। और मैं आपको सच बताऊं कि वहां का टेक्नोलॉजी जो कहने की बात है ना, अलार्म बजता था हम लोग को। एक दिन सुबह 5 बजे की बात मैं आपको बताऊं कि अलार्म बजा ही नहीं, बस धुड़ुम धुड़ुम की आवाजें आ रही थी। पता लगा कि बिना अलार्म की चीजें आ गई। तो टेक्नोलॉजी फेल है। और जब वो आपके ड्रोन्स और खासतौर से मिसाइलें दगती है ना, तो नहीं पता हमारे 200 मीटर से हम कितनी दूरी पे हैं। और अभी आपको पता लगा होगा कि खासतौर से मिडिल ईस्ट में सारे अमेरिकन एम्बेसी को उन्होंने टारगेट किया। हो सकता है कि तेल अवीव की उसको टारगेट किया था, तो हम भी नहीं बचते। हम അപ്പോൾ ഇസ്രായേലിൽ നിന്നും ഇന്ത്യയിൽ തിരിച്ചെത്തിയ മാധ്യമ പ്രവർത്തകനാണ് ഇപ്പോൾ നമ്മളോട് കാര്യങ്ങൾ സംസാരിച്ചത്. അദ്ദേഹത്തിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ നിരന്തരമായി വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ, ഇറാന്റെ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ നഷ്ടങ്ങൾ പുറംലോകം അറിയാതിരിക്കാൻ ഇസ്രായേൽ ഭരണകൂടം കടുത്ത സെൻസർഷിപ്പാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഈ മാധ്യമപ്രവർത്തകന്റെ പേര് ബ്രജ് മോഹൻ സിംഗ് എന്നാണ്. അപ്പോൾ അദ്ദേഹം ഒരു ന്യൂസ് ചാനലിന് വേണ്ടിയാണ് യുദ്ധഭൂമിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത ശേഷമാണ് അദ്ദേഹം മടങ്ങിയെത്തിയത്. തെലവീവിലെ യഥാർത്ഥ സാഹചര്യം എന്നുള്ളത് ഔദ്യോഗിക വിവരങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്, ഇന്ത്യയിലേതിനേക്കാൾ മോശമാണെന്ന് അദ്ദേഹം പറയുന്നു. ഇസ്രായേൽ മാധ്യമങ്ങളുടെ അവസ്ഥ അതാണെന്നും അദ്ദേഹം പറയുന്നു. അവിടെ ഇസ്രായേൽ കടുത്ത സെൻസർഷിപ്പ് മാധ്യമങ്ങൾക്ക് ഏർപ്പെടുത്തുന്നുണ്ട്, വിവരങ്ങൾ പുറത്തു പോകാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട്. അതാണ് സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾക്ക് ദൃശ്യങ്ങൾ ലഭ്യമല്ലാത്തത്. ഇപ്പോൾ ഇന്ന് ഇസ്രായേൽ ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നത് ആയിരക്കണക്കിന് ആളുകളെ ആശുപത്രിയിലേക്ക് മാറ്റിയെന്നാണ്. അപ്പോഴും അതിന്റെ ദൃശ്യങ്ങൾ എവിടെ, അവിടെ എങ്ങനെയാണ് ആക്രമണം നടത്തിയത്, ഏതൊക്കെ ബിൽഡിങ്ങുകളാണ് നാശനഷ്ടങ്ങൾ ഉണ്ടായത്, ഇതൊന്നും പുറത്തു വരുന്നില്ല. ഇനി ഇന്ത്യക്കാരനാണോ ഇസ്രായേലുകാരനാണോ എന്ന് നോക്കിയല്ല സ്ഫോടനം നടക്കുന്നത്. ബങ്കറുകൾ സുരക്ഷിതമാണെന്നതൊക്കെ പറയുന്നത് വെറും വാക്കുകൾ മാത്രമാണ്. 100 അടി ആഴത്തിലുള്ള ബങ്കറുകൾക്കുള്ളിൽ പോലും
ആളുകൾ മരിച്ചു വീഴുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഇവര് അവിടെ ബങ്കറുകളിലാണ് സേഫായിട്ട് ആളുകൾ ഉണ്ട് എന്ന് പറയുന്നത്. ബങ്കറുകൾ ഒരുക്കിയിട്ടുണ്ട്. പക്ഷെ 100 അടി താഴ്ചയിലേക്ക് പോലും ഇറാനിയൻ മിസൈലുകൾ വന്ന് ബങ്കറുകളിൽ ആളുകൾ കൊല്ലപ്പെടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് നേരിട്ട് കണ്ട ഒരു വ്യക്തി വെളിപ്പെടുത്തുകയാണ്. പിന്നീട് അവിടെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് നിങ്ങൾക്കൊന്നും പറയാൻ കഴിയില്ല. ഇസ്രായേലിൽ മാധ്യമ സ്വാതന്ത്ര്യം ഇല്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത് യുദ്ധകാലഘട്ടത്തിൽ. കാരണം ആരും ഒന്നും നമ്മോട് പറയുന്നില്ല. ഇത് ഇന്ത്യൻ മാധ്യമങ്ങളാണ്. നമ്മുടെ സർക്കാർ എത്ര മാത്രമാണ്, നമ്മൾ നന്ദി പറയണം. ഇന്ത്യയിലുള്ള സർക്കാർ ഇവിടെ മാധ്യമങ്ങൾക്കുള്ള ഒരു കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിനെ കുറിച്ച് അദ്ദേഹം വളരെ പ്രശംസയോടുകൂടി കാര്യങ്ങൾ പറയുന്നു. ഇസ്രായേൽ ഭരണകൂടം ഒന്നും പുറത്തു പറയില്ല. മൃതദേഹങ്ങൾ ദൃശ്യങ്ങൾ പകർത്താൻ കഴിയില്ല. ആശുപത്രികൾ സന്ദർശിക്കാൻ പോലും അനുവാദമില്ല. മിസൈൽ പതിച്ച സ്ഥലം പോലും നമുക്ക് ആരും പറഞ്ഞു തരില്ല. രാത്രി മിസൈൽ പതിച്ച സ്ഥലത്ത് രാവിലെ എത്തുമ്പോൾ ഒരാൾ മാത്രമേ മരിച്ചുള്ളൂ എന്ന് ഉദ്യോഗസ്ഥർ പറയുക. എന്നാൽ തദ്ദേശവാസിയായ ഒരു ഇസ്രായേൽ പറഞ്ഞത് അവിടെ നിന്നും 4 വീടുകൾ ഉണ്ടായിരുന്നുവെന്നും അതിൽ ആരും തന്നെ ഇപ്പോൾ ജീവനോടെ ഇല്ലെന്നുമാണ്. അപ്പോൾ അവിടെ ആക്രമണം നടത്തുന്ന ദൃശ്യങ്ങൾ പകർത്താൻ കഴിയില്ല. അതിന്റെ ആശുപത്രികൾ സന്ദർശിക്കാൻ അനുവാദമില്ല. ആരൊക്കെ മരിച്ചു എന്ന് പറയാൻ പറ്റില്ല. രാത്രി ഉറങ്ങിക്കഴിഞ്ഞ് രാവിലെ അടിച്ച എവിടെയെങ്കിലും ആക്രമണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഒരാൾ മാത്രമേ കൊല്ലപ്പെട്ടിട്ടുള്ളൂ എന്നാണ് ഇസ്രായേൽ ഔദ്യോഗികമായിട്ട് പറയുന്നത്, അവിടുത്തെ സർക്കാർ വൃത്തങ്ങൾ. പക്ഷെ ഇസ്രായേൽ പൗരന്മാർ അവിടെ പറയുന്നത് അവിടെ 4ഓളം വീടുകൾ ഉണ്ടായിരുന്നു, അത് എല്ലാം നശിപ്പിച്ചിട്ടുണ്ട് എന്നാണ്. മിസൈൽ വരുന്നതിന്റെ അലറാം മുഴങ്ങാറുണ്ടായിരുന്നു. എന്നാൽ ഒരു ദിവസം പുലർച്ചെ 5 മണിക്ക് അലറാം പ്രവർത്തിച്ചില്ല. പുറത്ത് വലിയ ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് അലറാം മുഴങ്ങാത്ത തന്നെ ആക്രമണങ്ങൾ നടക്കുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായത്. ഒരു ദിവസം മിസൈൽ വരുന്നതിന്റെ അലറാം മുന്നറിയിപ്പായി വരാറുണ്ടായിരുന്നു. പക്ഷെ ഒരു ദിവസം പുലർച്ചെ 5 മണിക്ക് അലറാം പ്രവർത്തിച്ചില്ല. ഈ 5 മണിക്ക് വലിയ സ്ഫോടന ശബ്ദങ്ങൾ കേട്ട് പുറത്തേക്ക് നോക്കി. അപ്പോൾ അവിടെ ആക്രമണങ്ങൾ നടക്കുന്നതാണ് ദൃശ്യമായത്. അതായത് ഇറാന് മിസൈലുകൾ വരുന്നത് അവിടുത്തെ റഡാർ സിസ്റ്റം പോലും പ്രവർത്തിക്കാതെ മറികടന്നുകൊണ്ടാണ് പലപ്പോഴും സംഭവിക്കുന്നത്. അലറാം അടിക്കാതെ തന്നെ മിസൈലുകൾ പതിക്കുന്നുണ്ട്. റഡാർ സംവിധാനം സമ്പൂർണ്ണമായിട്ടും പരാജയമാണ്. ഡിഫൻസ് സിസ്റ്റം പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നതാണ്. അതാണ് നമ്മൾ നിരന്തരമായി നമ്മുടെ വീഡിയോകളിൽ പറഞ്ഞുകൊണ്ടിരുന്നത്. ബങ്കറുകൾ സുരക്ഷിതമാണെന്ന് അവർ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. പക്ഷെ ആളുകൾ അതിനുള്ളിൽ മരിക്കുന്നത് ഞങ്ങൾ കാണുന്നുണ്ട്. എന്താണ് ശരിക്കും അവിടെ നടക്കുന്നത് എന്ന് നിങ്ങളോട് പറയുന്നില്ല. സർക്കാർ ഒന്നും വെളിപ്പെടുത്തില്ല. മൃതദേഹങ്ങളുള്ള ആശുപത്രികൾ സന്ദർശിക്കാൻ മാധ്യമ പ്രവർത്തകരെ അനുവദിക്കില്ല. ഒരു സംഭവം നടന്നാൽ ഏത് ലൊക്കേഷനാണെന്ന് പോലും നമുക്കറിയില്ല. ഇറാനിയൻ മിസൈലുകൾ ചിലപ്പോൾ സൈറണുകൾ മുഴങ്ങാതെ തന്നെ പതിക്കാറുണ്ട് അദ്ദേഹം പറയുകയാണ്. ബ്രിജ് മോഹൻ സിംഗ് പറയുകയാണ്. അപ്പോൾ അദ്ദേഹം ഇസ്രായേലിൽ ചെന്നത് ഈ റിപ്പോർട്ടുകൾ ചെയ്യാൻ വേണ്ടിയാണ്, മാധ്യമ പ്രവർത്തനത്തിന് വേണ്ടിയാണ്. പക്ഷെ അവിടെ എത്തിയപ്പോഴാണ് അദ്ദേഹത്തിന് ഈ കാര്യങ്ങൾ മനസ്സിലാവുന്നത്. ഇവിടെ 3 കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. അവിടെ മാധ്യമ സ്വാതന്ത്ര്യമില്ല. മാധ്യമ സ്വാതന്ത്ര്യമില്ല എന്ന് പറഞ്ഞാൽ സത്യസന്ധമായ റിപ്പോർട്ടുകൾ പുറത്ത് കാണിക്കാൻ കഴിയില്ല, ദൃശ്യങ്ങൾ പകർത്താൻ കഴിയില്ല. ഇവിടെ ക്യാമറയൊക്കെ അത്യാധുനിക ക്യാമറയായിരിക്കും ഈ ചാനലുകാരുടെ കയ്യിലുള്ളത്. ദൃശ്യങ്ങളൊക്കെ വ്യക്തമായി പകർത്താൻ കഴിയും. പക്ഷെ അവിടെ മൊബൈൽ ദൃശ്യങ്ങൾ പകർത്തുന്ന ആളുകളെ തന്നെ അവിടുത്തെ സർക്കാർ സംവിധാനങ്ങൾ അറസ്റ്റ് ചെയ്യുകയും കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട്. മറ്റൊന്ന് ഇദ്ദേഹം പറയുന്നത് ബങ്കറുകൾ സുരക്ഷിതമല്ലെന്നാണ്. ബങ്കറുകൾ പോലും സുരക്ഷിതമല്ല. അവിടെ പോലും 100 അടി താഴ്ചയിലൊക്കെ ഇറാനിയൻ മിസൈലുകൾ പതിക്കുന്നുണ്ട് എന്നാണ്. അവിടെ മരണങ്ങൾ, ബോഡികൾ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്, മരണം സംഭവിച്ചത് നേരിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷെ അതൊന്നും പുറത്ത് അറിയിക്കാനോ പറയാനോ കഴിയാത്ത സാഹചര്യമാണ്. ആശുപത്രികളിൽ സന്ദർശനം നടത്താൻ കഴിയില്ല. അവിടെ സംഭവിച്ച കാര്യങ്ങൾ എന്താണെന്ന് അറിയാൻ കഴിയില്ല. പലപ്പോഴും അലറാം അടിക്കാതെ സ്ഫോടന ശബ്ദങ്ങൾ കേട്ടുകൊണ്ട് പുറത്ത് നോക്കുമ്പോഴാണ് അതിന്റെ പ്രശ്നങ്ങൾ മനസ്സിലാകുന്നത് എന്നതാണ്. എന്നിട്ട് പോലും ഇതൊന്നും പകർത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇസ്രായേലിലെ സെൻസർഷിപ്പും അവിടെ നടക്കുന്ന ആക്രമണത്തിന്റെ തോതുമൊക്കെ വ്യാപ്തിയുമൊക്കെ പലപ്പോഴും പുറലോകത്ത് അറിയാറില്ല. അന്താരാഷ്ട്ര മീഡിയകൾക്ക് അതിന് അനുവാദം കിട്ടാറില്ല. നേരെ മറിച്ച് ഇറാനിൽ റോയിട്ടേഴ്സും CNN അടക്കം നേരിട്ട് ചെന്ന് വിവരങ്ങൾ രേഖപ്പെടുത്തുകയും ആക്രമണമൊക്കെ ദൃശ്യങ്ങൾ പകർത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇറാനിൽ അത്തരം സ്വാതന്ത്ര്യങ്ങൾ ഇസ്രായേലിൽ അത്തരം സ്വാതന്ത്ര്യങ്ങൾ പോലും ലഭിക്കുന്നില്ല എന്നതാണ്. അതായത് ഇറാനിയൻ മിസൈലുകൾ എത്രത്തോളം അപകടകരമായി ഇസ്രായേലിൽ ഭവിക്കുന്നുണ്ട്, പ്രവർത്തിക്കുന്നുണ്ട് എന്ന് വ്യക്തമാക്കി തരുന്നതാണ് ഇദ്ദേഹത്തിന്റെ വാക്കുകൾ.